പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 20-ാം തിരുവചനം. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. ക്ഷമയുടെ പുതിയൊരു നിർവചനമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം നമ്മളെയും നിർബന്ധിക്കുന്നുണ്ട്, ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ. നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണവും കുടിക്കുവാൻ വെള്ളവും നൽകാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഈശോയുടെ സ്നേഹം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ശാസ്ത്രം പറയുന്നത് തീക്കനലുകൾ സാധാരണ മന്ദഗതിയിലാണ് ചൂട് പുറത്തേക്ക് വിടുന്നത് എന്നതാണ്. ഈ കൈമാറ്റം മന്ദഗതിയിലായതുകൊണ്ട് കെടാതെ ഒത്തിരി നേരം എരിഞ്ഞുകൊണ്ടിരിക്കുവാൻ ഈ തീക്കനലിന് സാധിക്കും. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് ആ വ്യക്തിയിൽ കനലിൻ്റേതുപോലെയുള്ള ഒരു എരിച്ചിൽ ഉണ്ടാക്കും. നമ്മിലെ നന്മ കണ്ടുകൊണ്ട് ശത്രുവിൻ്റെ ഹൃദയം എരിഞ്ഞു തുടങ്ങും. ഒരു കനൽ പോലെ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കാത്ത പലരും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെയില്ലേ? അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് അവരുടെ ഹൃദയം അല്പമൊന്ന് എരിയാൻ തക്ക വിധത്തിൽ സ്നേഹത്തിൻ്റെ അനുതാപത്തിൻ്റെ തീക്കനലുകൾ നമുക്ക് കൂനകൂട്ടാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും പരസ്പര ബന്ധങ്ങളിലും ഈ തീക്കനലുകൾ ഇനിയും എരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.